അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു പ്ലാന്റിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫെയിലിയേഴ്സ് വരുന്നത് അല്ലെങ്കിൽ മെയിൻ്റനൻസ് വരുന്നത്. ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 5 റീസൺസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ റീസൺസ് ഉണ്ടാവുമായിരിക്കും, ബട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെറും 5 പോയിന്റ്സ് ആണ്. ഈ 5 പോയിന്റ്സ് നിങ്ങൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ പ്ലാന്റിലുള്ള ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന മെയിൻ്റനൻസ് നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണും. വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പുവർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ചീപ്പസ്റ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. നമ്മളൊരു പ്ലാന്റിൽ അല്ലെങ്കിൽ നമ്മളൊരു എക്യുപ്മെൻറ്റ്സ്, അത് എന്തോ ആയിക്കോട്ടെ, അത് ഓട്ടോമേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് ആയിക്കോട്ടെ, നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും ചീപ്പസ്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് പ്രോഡക്റ്റിലേക്ക് പോകാതിരിക്കുക. അതല്ലെങ്കിൽ പ്രൈസിൻ്റെ കൺസേൺ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് എടുക്കുക. നിങ്ങളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് പാരാമീറ്റർ, അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ആക്യുറേസിയും അതിൻ്റെ റിലയബിലിറ്റിയും ഒക്കെ ആയിരിക്കണം. അതേപോലെ അതിൻ്റെ സർവീസ് സപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അല്ലാതെ പ്രൈസ് ആയിരിക്കരുത് നിങ്ങളുടെ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലുള്ള പ്രോഡക്റ്റ് എടുക്കും. ഒരേ പ്രൈസ് തന്നെ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ മൾട്ടിപ്പിൾ വെൻഡേഴ്സിൻ്റെ അടുത്ത് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സപ്ലയേഴ്സിൻ്റെ അടുത്ത് എടുക്കുന്ന സമയത്ത് അവിടെ സർവീസ് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, സപ്പോസ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിയാൽ മാത്രം പോരാ, നമുക്കൊരു മെയിൻ്റനൻസ് വരുമ്പോൾ അല്ലെങ്കിൽ അതിനകത്തൊരു സപ്പോർട്ട് വരുമ്പോൾ, ഒരു ടെക്നിക്കൽ ഡൗട്ട് വരുന്ന സമയത്ത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് അതർ എൻഡിൽ നിങ്ങളുടെ സപ്ലയർ എപ്പോഴും കൂടെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻ്റനൻസ്, അതായത് ഇതുപോലുള്ള പ്രോബ്ലംസിനെ നിങ്ങൾക്ക് തരണം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഈ പ്രോബ്ലത്തിന് പരിഹാരം കണ്ടെത്തി വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് സമയം പോകും. അതുമൂലം നിങ്ങൾക്ക് ധാരാളം നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പുവർ ക്വാളിറ്റി ആയിട്ടുള്ള സൊല്യൂഷനോ അല്ലെങ്കിൽ പ്രോഡക്റ്റോ നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക. ക്വാളിറ്റി ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡറെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അടുത്ത ഒരു റീസണാണ് പ്രോഡക്റ്റിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത്. റോങ് പ്രോഡക്റ്റ് സെലക്ഷൻ. നമ്മളിപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ളതും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആണ് ചൂസ് ചെയ്തത്. ബട്ട് അതിൻ്റെ സെലക്ഷൻ തെറ്റായിപ്പോയി. നമുക്ക് ഓരോ ആപ്ലിക്കേഷനും കൃത്യമായിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് വേണം ചൂസ് ചെയ്യാൻ. അപ്പോൾ വളരെ ഹൈ പ്രൈസ് കൊടുത്തു എന്നത് കൊണ്ട് മാത്രം നമുക്ക് ആ ഒരു ഫങ്ഷൻ സക്സസ്ഫുൾ ആയിട്ട് ലോങ് റണ്ണിൽ ലോങ് ലൈഫ് കിട്ടണം എന്നില്ല. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും അതിൻ്റേതായിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് വേണം, ബ്രാൻഡ് വേണം, അല്ലെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള മോഡൽസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓട്ടോമേഷൻ സെക്ടറിനകത്ത് എടുക്കുകയാണെങ്കിൽ സീമെൻസ് എടുത്തു കഴിഞ്ഞാൽ സീമെൻസിനകത്ത് വെറൈറ്റീസ് ഓഫ് സീരീസ് മോഡൽസ് ഉണ്ട്. ഡാൻഫോഴ്സ് എടുക്കുകയാണെങ്കിൽ ഡാൻഫോഴ്സിന് ഒരു 5 or 6 സീരീസ് മോഡൽസ് അവൈലബിൾ ആണ്. ഇനി അതുപോലെ ഡെൽറ്റ അല്ലെങ്കിൽ ABB, ഇതിലൊക്കെ ധാരാളം മോഡൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പലപ്പോഴും സപ്ലൈസ് കസ്റ്റമറെ പറ്റിക്കുന്നതും ഈ ഒരു പാരാമീറ്ററിൽ തന്നെയാണ്. അതായത് ഇപ്പം നമ്മളൊരു 10 HP VFD വേണമെന്ന് പറഞ്ഞാൽ 10 HP നമുക്ക് നോർമൽ ഡ്യൂട്ടി ഉണ്ട്, ഹെവി ഡ്യൂട്ടി ഉണ്ട്. അതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു മിഡിൽ ഓപ്ഷൻ, അല്ലെങ്കിൽ ഒരു ലോവർ ക്ലാസ്സിൽ വരുന്ന, അതേപോലെ ഒരു ഹയർ ഓപ്ഷൻ, അങ്ങനെ ഒരു 3 സീരീസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാറൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കറിയാലോ മിഡിൽ ഓപ്ഷനും ഫുൾ ഓപ്ഷനൊക്കെ പറയുന്ന പോലെ ഇത്തരം സീരീസുകൾ അവൈലബിൾ ആണ്. സംഗതി ചോദിക്കുമ്പോൾ എന്താ പറയുക, എല്ലാം കാർ തന്നെയല്ലേ എന്നാണ് പറയുക. അപ്പോൾ കാറിൻ്റെ ഫംഗ്ഷൻ ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇത്ര ദൂരം പോയാൽ പോരെ എന്നുള്ളതല്ലേ. പക്ഷേ എന്തിനാണ് നമ്മൾ ഈ ഒരു കാറ്റഗറി വെച്ചിരിക്കുന്നത്? അതിനകത്ത് ധാരാളം ഫീച്ചേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഹൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും ലോവർ എൻഡ് സീരീസിലേക്ക് പോയി കഴിഞ്ഞാൽ സപ്പോസ് നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആവണം എന്നില്ല. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് കറക്റ്റ് പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മളെ പ്ലാന്റ് വളരെ നന്നായിട്ട് റൺ ആവുള്ളൂ. അതുപോലെ ലോങ് റണ്ണിൽ നമുക്കതിനെ കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അല്ലാതിരുന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നിടത്ത് നമുക്ക് തെറ്റ് പറ്റിയാൽ നമ്മൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന മെയിൻ്റനൻസ് നമുക്ക് തീർച്ചയായിട്ടും ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അടുത്തെന്ന് പറഞ്ഞാൽ റോങ് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ്. അതായത് നമുക്ക് നല്ല ഡിവൈസും ധാരാളം ഫണ്ടും എല്ലാം ഉണ്ട്, നമ്മൾ അതിനകത്തൊന്നും കോംപ്രമൈസ് ചെയ്യുന്നില്ല. പക്ഷേ ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റുന്ന അതിൻ്റെ ടെക്നോളജി തന്നെയായിരിക്കും. സപ്പോസ് ആ ഒരു ടെക്നോളജി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷന് സൂട്ടബിൾ ആയിരിക്കില്ല. ഇപ്പോൾ ഞങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു
ഒരു ഷൈനി നമുക്കൊരു പാനൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പാനലിനകത്ത് PLCയുടെ ഔട്ട്പുട്ട് ഡയറക്റ്റ് ആയിട്ട് PLC തന്നെയാണ് പോകുന്നത്. PLCയുടെ റിലേ ഔട്ട്പുട്ട് ഡയറക്റ്റ് ആയിട്ട് മോട്ടറിലേക്കാണ് അവർ കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരിക്കലും നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യാറില്ല. ഇൻ ബിറ്റ്വീൻ അറ്റ്ലീസ്റ്റ് ഒരു റിലേ വഴി വേണം നമ്മൾ കണക്ഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ടെക്നോളജി ഫോൾട്ടാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് അവർക്ക് വരുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് PLCയിലേക്ക് കംപ്ലൈൻറ്റ് വരികയാണ്. PLC ഫെയിലിയർ ആവുന്നു, അത് റീപ്ലേസ് ചെയ്യുന്നു, അതിൻ്റെ മൊഡ്യൂൾ കംപ്ലൈൻ്റ് ആകുന്നു. അപ്പോൾ ഇത് ഒരു കുറച്ച് സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു 1 ഇയർ കൊണ്ട് തന്നെ 1-2 മൊഡ്യൂൾസ് പോകുന്നുണ്ട്. അപ്പോൾ അത് ടെക്നോളജി ഫോൾട്ടാണ്. അവിടെ ഫണ്ടിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെലക്ഷൻ്റെ ഒന്നും അല്ല. അപ്പോൾ ഇത്തരം ടെക്നോളജി നമ്മൾ റോങ് ആയിട്ട് സെലക്ട് ചെയ്താലും നമുക്ക് പണി കിട്ടും. അതായത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് മെയിൻ്റനൻസ് കിട്ടും. അടുത്തത് 4ാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട പ്രോഡക്റ്റിൻ്റെ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില എക്യുപ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് വേണം എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും സ്റ്റാൻഡ് ബൈ ആയിട്ട്, അതായത് ചില പ്രോഡക്റ്റിൻ്റെയൊക്കെ ഡെലിവറി ടൈം വളരെ ഹ്യൂജ് ആയിരിക്കും, നോൺ സ്റ്റാൻഡേർഡ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും. അത്തരം പ്രോഡക്റ്റ് നിങ്ങളുടെ പ്ലാന്റിൽ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിൻ്റെ ഒരു പീസെങ്കിലും നിങ്ങൾക്ക് സ്റ്റോക്ക് വെക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ആ പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ ഓടേണ്ടി വരും. ആ സമയത്ത് എവിടെയും സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് പ്ലാന്റ് നിർത്തിയിടേണ്ടതായിട്ട് വരും. അടുത്ത 5ാമത്തെ പോയിന്റ്, നമ്മുടെ ലാസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് നമ്മുടെ പ്ലാന്റിൽ സ്ഥിരമായിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതായത് നമുക്ക് കൃത്യമായിട്ട് അത് നടന്നിരിക്കണം. ഫോർ എക്സാമ്പിൾ 3 months ആണെങ്കിൽ 3 months, അല്ലെങ്കിൽ 6 months വൺസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡെയിലി ആണെങ്കിൽ ഡെയിലി. നിങ്ങളുടെ പ്ലാന്റിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് നിങ്ങൾ ആ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അത് നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ 10-20 വർഷം മുമ്പ് ഒരു പ്ലാന്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പാനലായിരിക്കും. ഇപ്പോഴും അതിനകത്ത് പൊടിയൊക്കെ പിടിച്ച് മാറാലയൊക്കെ പിടിച്ച് വളരെ ഡേർട്ടി കണ്ടീഷൻസിലാണ് അത് ഉണ്ടാവുക. നമ്മൾ പോകുമ്പോൾ നമ്മളായിരിക്കും അത് പോയി ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സന്ദർഭം ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 6 months വൺസ് എങ്കിലും ഒരു എയറെല്ലാം അടിച്ച് അതിൻ്റെ പാനലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആയിട്ട് ചെയ്തു വെക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള 5 പോയിന്റ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എങ്കിൽ നിങ്ങളുടെ പ്ലാന്റ് ഒരിക്കലും നിർത്തിയിടേണ്ടതായിട്ട് വരില്ല. അത് ഒരു പരിധി വരെ നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളോ റിക്വയർമെൻറ്റ്സോ ഉണ്ടെങ്കിൽ വിഷൻ കൺട്രോൾസിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്